എനിക്ക് എന്തോ പോലെ നേരത്തെ തട്ടാതെ പോലെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇവിടെ രസമുണ്ട്, സൈഡിൽ നല്ല ഭംഗിയുണ്ട്. കൊള്ളില്ലേടാ മോളുടെ പുതിയ നൈറ്റ് വെയർ ആണ്. I love it. ഞാൻ കണ്ടായിരിക്കുന്നു. ഓക്കെ മമ്മി. പക്ഷെ ഇപ്പഴാണ് മുടി കിടക്കണ രസം, ഇങ്ങനെയല്ല നേരെ വെക്കുന്ന. ഇത് പക്ഷെ ഇത് ലൈറ്റ് ശരിയല്ല നോക്കട്ടാ, അവിടെ ഇങ്ങോട്ടാ വെക്കുന്നേ. ഓക്കെ. നിങ്ങൾ വിചാരിക്കും ഇവളാണ് എനിക്ക് എല്ലാം എടുത്തു തരുന്നത്. അല്ല 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 ഇതെല്ലാം ഞാൻ തന്നെ എടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അല്ല ഒരു കാര്യം പറയട്ടെ, ഇത് ആരാ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടോ? ഇത് കഴുകി വെച്ചതാ. നിന്റെ മുഖം കാണും, എന്റെ സൗണ്ട് ഇത് അമ്മയാണ്. കഴിഞ്ഞ ദിവസം ഇത് ഇട്ടത് അമ്മയാണ്. ഇത് MS സോക്സ് നടക്കായിട്ടുണ്ട് പോയില്ലേ? അത് ഇതിന്റെ ഓർമ്മ ഇട്ടത്. അപ്പൊ അത് ഏതായതെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഗൈസ് അല്ല കഴുകിയതല്ല, ചുമ്മാ കാണിക്കുന്നതിന് മണമൊന്നുമില്ല. ഇത് കഴുകിയതാ. പെർഫ്യൂം ഇട്ടോ? ഞാനല്ല കഴുകിയത്, ഇവരെന്നെ കഴുകിയത്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിട്ട് കഴുകുക. ഓക്കെ അടുത്ത് ചെയ്ത് നിർത്തി പോട്ടോ. നാളെ ഈ ക്ലാസ് ഉണ്ട്, ഐലൈനർ മാറ്റില്ല. വാങ്ങിട്ട് പെട്ടെന്ന് ചെയ്യും. കുരു പുതിയ കുരു ചന്ത ഇവിടെയാ. നീ ഇതിൽ ഒട്ടിച്ച് നടക്കുന്നുണ്ടല്ലോ. ഒട്ടിയില്ലേ? പിമ്പിൾ പാച്ച് അത് ഒട്ടിച്ചപ്പോ അത് അതിന്റെ വെള്ള സാധനം പോയി. സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഇരുമ്പോൾ എനിക്ക് സോക്സ് ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ നോക്കട്ടെ. കുറെ പല സോക്സ് എടുത്ത് വന്നിട്ടുണ്ട്. ഒരാഴ്ച എന്റെ പുറകെ നടക്കുന്നു. കാണുന്നില്ലല്ലോ, നീ ഇരിക്കപ്പം. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു തിരമാല അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നെങ്കിൽ ആ ഫാനായിരുന്നു. പുതിയല്ല, പഴയ ഫാൻ, പക്ഷെ പുതിയതാക്കി കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ ഓഫ് ചെയ്തു. ആദ്യം 4 സോക്സ് എടുത്ത് വെക്കുക. മണമില്ലാത്ത സോക്സ്. എന്റെ മുടി കേളി ചെയ്യാൻ വേണ്ടിട്ടല്ലേടാ 4 സോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിതിമോള് കുഴപ്പമൊന്നുമില്ല. അല്ല, റേച്ചൽ സാമ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മണമില്ല. പെർഫ്യൂം അടിച്ചിട്ടില്ല. നല്ല സോക്സ്. ഓക്കെ, ഇനി തുടങ്ങും. സമയങ്ങളാ തുടങ്ങും. ഇത് രണ്ട് സൈഡ് ആക്കണോ? 2 സൈഡ് ആക്കാം. പക്ഷെ ഞാൻ ഒരെണ്ണം കണ്ടതില് 2 sections ഹിയർ ആൻഡ് 1 section ഇവിടെ. അപ്പൊ അങ്ങനെ ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ പാർട്ടീഷൻ എടുത്തല്ലോ ചെയ്യുന്നത്. ഏതൊരു സിനിമയിലെ ജഗതിങ്ങനെ കെട്ടുന്ന കാലത്ത് ലാസ്റ്റ് കോമഡി കിട്ടും. അങ്ങനെ മതിയോ? നീ കുറച്ചുകൂടി പൊക്കിയൊക്കെ എന്നാലും നിന്റെ ശരീരം കിട്ടുള്ളൂ. അമ്മേനെ മോൻ കിട്ടണ്ടേ? ഞാൻ ഇങ്ങനെ വരും. ആദ്യം മേളിലൊരു പാർട്ടീഷൻ എടുക്കുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. നീ എങ്ങനെ ചെയ്യും? നമുക്ക് നോക്കാം എങ്ങനെ വരും. അവസാനം നോക്കിയോ അമ്മേനെ. ഞാനൊരു എത്ര എടുക്കണം? It's gonna be so funny. Okay. ലാസ്റ്റ് നീ ഇങ്ങനെ കാണുന്നില്ലല്ലോ. ഞാൻ എന്റെ വർക്ക് ചെയ്യുമ്പോ എന്റെ മുഖം കാണുന്നുണ്ടോ? അവരെ കാണിക്കണ്ടേ? അവരെ കാണിക്കണം. അത് പാർട്ടീഷൻ അല്ലേ കാണിക്കണ്ടേ? പാർട്ടീഷൻ. ശരി. എനിക്ക് ഇപ്പഴേ അറിയാതെ അടിയാവുന്നു. നമ്മുടെ ഈ ഇത്ര മുടിയിൽ പക്ഷെ സോക്സ് നിൽക്കുവോ? അവര് പറയുന്നത് ആക്ച്വലി നിൽക്കൂല കേട്ടോ. എല്ലാം കൂടെ കൂട്ടി പിടിച്ചാലും അതിൽ നിൽക്കാനുള്ളതില്ല. ഇത് വലിയ സോക്സ്. നമ്മളിങ്ങനെ വെക്കണം. സോക്സ് ചേർത്ത് വെക്കണം. ചുരുട്ടാം. അപ്പൊ നമ്മളൊരു ഉണ്ട കിട്ടും. ചെയ്തൊന്നും ചോദിക്കരുത്. അല്ല, അത് ആദ്യം ചെയ്ത് പണി പ്രവൃത്തി. രാജു, രാധേ, വിക്രം, മുത്ത് വിക്രം. നിന്നെ കാണുന്നില്ല മോനെ.
ഞാൻ താഴ്ത്തു വരാം. എൻ്റെ അശരീരി മതി. അപ്പോൾ മോൻ കാണണം മോൻ കണ്ടിട്ട് പിടിച്ചില്ല. ഇത് രാവിലെ വരെ വെച്ചിരുന്നാ ശരി. ഇതിപ്പോൾ അവിടെ പോയി കിടക്കുമ്പോൾ എല്ലാം ഊരി കളഞ്ഞു. അമ്മ ഒരു ക്ലിപ്പ് പോലും രാത്രി ഇടാറില്ല. ഇതെങ്ങനെയാണ് വെക്കുന്നത്? ഞാൻ ഇപ്പോൾ വെച്ച് ഞാൻ പോയിട്ടോ. എനിക്ക് മുടിയിൽ ക്ലിപ്പ് ഒന്നും വെക്കാൻ പറ്റില്ല രാത്രി. എൻ്റെ അധ്വാനവും കഷ്ടപ്പാടും വെറുതെ. കേട്ടുന്ന കാലത്ത് കേളിയായിട്ട് വന്നില്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ആദ്യം ചെയ്തേ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇനി അതിന്റെ ഉള്ളിലേക്ക് കയറ്റിവിടുവോ? ഇനി ബണ്ണിടുവോ? നമ്മുടെ മുടിയിൽ ഇത് ഇരിക്കാത്തോണ്ട് ഒരു ബണ്ണ് രാവിലെ ആകുമ്പോ കാണാം എന്തോ ആയി തീരുന്നു. നിരുക്കുട്ടി നാളെ സ്കൂളുണ്ടല്ലോ. എനിക്ക് രാവിലെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് തരാൻ നേരത്ത് കാണാം, കണി കാണാം. ഇനി എവിടെ ഇപ്പുറത്തെ എന്റെ അടുത്ത സോക്സ് ഇതെല്ലാം പല പല ഓരോ ഒരെണ്ണം പേരില്ല. നാളെ രാവിലെ എന്തോടി ബ്രേക്ക്ഫാസ്റ്റ്? രാണി സെക്കൻഡ്സ് കേസ് നിന്റെ സ്കൂളുകാരെ കാണട്ടെ. ഈ വേണ്ട, ഞാൻ പിന്നെ ഒരു ദിവസം കിട്ടുന്നേ. അത് നീ സ്കൂളുകാർ ഇതും കാണൂലേ? എന്റെ അമ്മ നടന്ന് കാണിക്കാടാ. മിസ് ചെയ്യും മമ്മീജിനെ. എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. എനിക്കറിയില്ല. മുടി കേളി ഇറന്ന് ഇതിമോള് പറഞ്ഞു. എനിക്കറിയില്ല. ഇതിക്കുട്ട അടുത്തേല് പണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സോക്സ് മനസ്സിലായില്ലേ? നിന്റെ സോക്സ് ആടാ ഒരു തലയിൽ. അതൊക്കെ ഞാൻ എന്റെ തലയിലെടുത്ത് ഇടുന്നല്ലോ. ഇതെല്ലാം കഴുകിയതാ. ഞങ്ങളുടെ അപ്പൻ വെടി പൊട്ടിച്ച പോലും അറിയില്ല. പപ്പാജിനെ പാവം. മറ്റേ 2 സാധനം എയർപോർട്ട്സ് വെച്ചേക്കും. അതാണ് ഒന്നും അറിയത്തില്ല. ഇവിടെ നടക്കുന്ന ഈ ഭൂകമ്പങ്ങളൊന്നും കാണിച്ചാലും ചെയ്യും. ഭയങ്കര ഡേഞ്ചറസ് ഗെയിമാണ് നമ്മളിപ്പോൾ കളിച്ചിട്ടുള്ളത്. അങ്ങോട്ട് നോക്കുന്നതിന് മുമ്പ് തിരിച്ചെടുത്തു. അല്ലെങ്കിൽ കാണും. പപ്പാജി സീരിയസ് മോഡ്. പപ്പാജി ഈസ് എ പോക്കി. യു ഗൈസ് ഡോണ്ട് നോ. പാവം പപ്പാജി ആയിക്കോട്ടെ ടോപ്പിക്. ഇങ്ങനെയാണ് നിന്റെ പപ്പ. എന്റെ പപ്പ ബാക്കിയുള്ളവർ ശരിക്കും ഭയങ്കര ബുജിയാണെന്നല്ല, ബുദ്ധി ഉണ്ടെന്നല്ല. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ ഞാനൊക്കെ പിന്നെ സീരിയസ് അല്ലാതെ അല്ല, അങ്ങനെയല്ല. ചില സമയത്ത് ഗൗരവം ഉണ്ട് ഭയങ്കര. അത് ഭയങ്കര ജാടയാ. അപ്പൊ നമ്മൾ തന്നെ പറയും എന്തൊരു ജാടയാടോ എന്നിട്ട് ചോദിക്കും. അപ്പൊ അങ്ങനെ അരിയും. അപ്പൊ എങ്ങനെയാ പറയാ, ചുമ്മാ കാണിക്കുന്നേ. അപ്പൊ അവര് വെയിറ്റ് ഇടുന്നതാ. അപ്പൊ ഇങ്ങനെ ആദ്യം എനിക്ക് ശരിക്കും പറഞ്ഞത് കേട്ടാളെ മുടിയില്ല ഇല്ല, ഞാൻ ചെയ്താൽ മതി. അത് പക്ഷെ നിനക്ക് അങ്ങനെ കേളി വേണ്ടല്ലോ. ഇവളുടെ മുടി അടിയില് കേളായിട്ട് തന്നെ ഇരിക്കുന്നത്. ഹസ്ബൻഡ് നല്ല ഹസ്ബൻഡ്. ഇറ്റ്സ് വെരി നൈസ് ഗായ്. real pookie. Near pookie. Charlie, appada Charlie is. Appada the Charlie. only fan exists in Trivandrum. Appada Charlie ke fan. Shout out to Diya. Diya kutte. Appada ഭയങ്കര ഇഷ്ടപ്പെടും ദിയസിനെ because she laughs at his jokes. ഇത് ഇങ്ങനെ തന്നെ രാവിലെ ഇരുന്നാൽ നിങ്ങൾക്ക് അമ്മക്ക് ഞാൻ ഗീവവേ സമ്മാനം തരാം. ഇത് വെച്ച് ഇങ്ങനെ തന്നെ എനിക്ക് വെച്ച് കിടക്കാൻ പറ്റുമോ തന്നെ. ഒരു ക്ലിപ്പ് പോലും തലയിടാ, ഒരു ബണ്ണ് പോലും തലയിടാറില്ല, എസ്പെഷ്യലി ഉറങ്ങുന്ന സമയത്ത്. അപ്പൊ ഇത് നിങ്ങക്ക് തോന്നുന്നുണ്ടോ? പറ്റില്ല, തല ഇങ്ങനെ. എനിക്ക് തോന്നുന്നു രാവിലെ ഇടയ്ക്ക് വെച്ച് അമ്മ എഴുന്നേറ്റിട്ട് എന്നിട്ടാണ് എന്നെ കൊണ്ട്. അങ്ങനെ ഞാൻ രാവിലെ ഇടയ്ക്ക് എഴുന്നേക്കാണ്, ഞാൻ സമയം കാണിക്കാം, എന്നിട്ട് ഊരുന്നതും കാണിക്കാം കേട്ടോ. എനിക്ക് എന്തോ പോലെ നേരത്തെ തട്ടാതെ പോലെ ഇരിക്കാൻ പറ്റില്ല. അമ്മയുടെ മുടിയിൽ കട്ടിയില്ല. ഞാൻ ആ 4, 3, 7 മുടി എടുത്ത് ഇല്ല. എനിക്കും ഇല്ല മുടി. എനിക്കാണെങ്കിൽ 2 സെക്ഷൻ എടുക്കാനുള്ള ഉള്ളൂ. ഉണ്ടോ? പോയടാ, എല്ലാം പോയി. ഓക്കെ, അപ്പൊ രാത്രിയില് ഗുഡ് നൈറ്റ്. നാളെ രാവിലെ നമുക്കിത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്
രാജുവും രാധയും കൂടെ കാണിക്കുന്നതായിരിക്കും. ഇതിലാരാ? ഞാൻ രാധ, ഈ രാജു കാണിക്കുന്നതായിരിക്കും. അല്ല, മറ്റേ ഇതിൽ ബോബനും മോളിയിൽ ആരൊക്കെ? ഇത് മോളി, ഇത് ബോബൻ. ഓക്കെ, ഞങ്ങൾ ബോബനും മോളി ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും നാളെ ഇത് എങ്ങനെ ഉണ്ടെന്ന്. ഇതുവരോട് എഴുന്നേറ്റ് പോയില്ല. എനിക്ക് ആറ്റിറ്റ്യൂഡ് അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞു ട്രെയിനിൽ പോണമെങ്കിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് വേണം. അല്ല, ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകണം, കുറച്ച് ആറ്റിറ്റ്യൂഡ് വേണം ഞാൻ പറഞ്ഞു. ഇവളാണെങ്കിൽ 17 വയസ്സുണ്ടെങ്കിൽ ഇപ്പോഴും എന്താ പറയാ, ഒരു 8th പോലും ആയിട്ടില്ല, അതുപോലെയാണ്. അപ്പൊ ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് ട്രെയിനിൽ ഒറ്റയ്ക്ക് പോകണം. ആ ആറ്റിറ്റ്യൂഡ് ഒന്ന് കാണിച്ചു തരാം. അമ്മ 17 വയസ്സിൽ ഒറ്റയ്ക്ക് ട്രെയിനിൽ പോയപ്പോ അമ്മ ഇട്ട ആറ്റിറ്റ്യൂഡ്. ഞാൻ അന്ന് ജീൻസ് ആരും ഇടില്ല, അപ്പൊ ഞാനന്ന് ജീൻസ് ഇട്ടോണ്ട് പോയി. പിന്നെ വായിക്കാൻ അറിയത്തില്ലെങ്കിലും അന്നൊരു ഇംഗ്ലീഷ് പുസ്തകം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് മൊബൈലില്ല, അപ്പൊ നമ്മൾ വാക്മാൻ കൊണ്ടിട്ട് ചെവിക്കകത്ത് കുത്തിത്തിരികെ വെച്ചിരുന്നു. അന്ന് ഇംഗ്ലീഷ് പുസ്തകം വായിച്ച് നമുക്ക് എല്ലാം മനസ്സിലാവത്തൊന്നുമില്ലല്ലോ. ഹെഡ്ഫോൺസ് കൊണ്ടുവന്നിട്ട് കാലുമേ കാലൊക്കെ ഇട്ടിട്ട് ആ ബുക്കൊക്കെ പിടിച്ച് ഇങ്ങനെ. അപ്പൊ ആരും ഒന്നും ചോദിക്കത്തില്ല, നമ്മളിങ്ങനെ ഇരിക്കുക. ബാറ്ററി തീർന്ന വാക്മാൻ ആണെങ്കിൽ അത് വെച്ച് ചെവിക്കകത്ത് വെച്ചിട്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ബോംബെ വരെയൊക്കെ ഒറ്റയ്ക്ക് പോയിട്ടുള്ളത് സുഹൃത്തുക്കൾ. ഒറ്റയ്ക്ക് പോയി. ഇത് ഏത് കാലഘട്ടമാണ് നിങ്ങൾ ഓർക്കണം, ഏത് കാലഘട്ടമാണ്? 2019, 2099, 2020, 2021 കാലഘട്ടങ്ങൾ. 2020 അല്ല, സോറി, 2020 അല്ലല്ലോ, 2020 അല്ല, 2001 അല്ലേ? 2001 ആ സമയത്തൊക്കെ നമ്മൾ ബോംബെയിലൊക്കെ, ബോംബെ അല്ല, അപ്പോൾ നമ്മള് ഞാൻ എവിടെ അഹമ്മദാബാദിലൊക്കെ ഒറ്റയ്ക്ക് പോയപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ടിപ്സുകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. കഴിവതും ബാത്റൂമിൽ പോകാതിരിക്കുക. അത് യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അങ്ങനെയുള്ള ടിപ്സുകൾ ഞങ്ങൾ ഇടുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. എനിക്ക് ചീത്ത കിട്ടുന്ന ഒരു കാര്യം, ഭയങ്കര സ്റ്റൈലായിട്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബെല്ലടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തുറക്കാം. അപ്പം റിയാക്ഷൻ എന്തോ നോക്കാം. അവള് തിരിഞ്ഞേക്കണ നോക്കിയ ഇങ്ങനെ നോക്കണേ. ഇവിടെ വന്ന് ഒരു അരമണിക്കൂറായിട്ട് സംസാരം. നിനക്ക് വെള്ളം വേണ്ടേ? കുടിക്കാൻ? സംസാരം എൻ്റെ അമ്മോ, എത്ര സംസാരിച്ചാലും തീരൂല രണ്ടിനും. ഇനി ഒരാളുണ്ട് ശിവാനി, ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് വന്നില്ല. ഇനി ജ്യൂസ് കുടിക്കാതെ പോവാണോ? ടാറ്റാ. കുട്ടൻ്റെ റിയാക്ഷനാണ് കേട്ടോ എന്നെ ഇങ്ങനെ കണ്ടിട്ട്. ഇത് കണ്ടോ? ഇതാണ് ഈ ദിയാക്കുട്ടൻ്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളുടെ പൂക്കി പപ്പയുടെ ഒരേ ഒരു ആരാധിക. എങ്ങനെ ഇരിക്കുന്നത്? എങ്ങനെ പിടിക്കണില്ല, എങ്ങനെ? ഓക്കെ, ദിസ് വൺ say hi. Witnessing the soft curls. ഞങ്ങൾ നോക്കാൻ പോണ. ഇന്നലെ രാത്രി ചെയ്ത നീ എനിക്കടി വേണ്ട, ഇന്നലെ നിന്നെ കാണുള്ളൂ. എനിക്ക് പേടിയാണ്, ഇത് വേറെ എങ്ങനെയൊക്കെ വരും. എടാ, ഞാനിത് ഇവള് സ്കൂളിൽ പോയില്ല ഇന്ന്, അതുകൊണ്ട് എനിക്കത് എനിക്ക് മുടിയില്ലല്ലോ അതിനകത്ത് ചുറ്റി വെക്കാൻ. അയ്യോ, എനിക്ക് വയ്യ. ചേച്ചി ഇരിക്കുന്നത് കോമഡി തന്നെ.
ഇതെന്നെ കൊണ്ട് ഇന്നലെ ചെയ്യിപ്പിച്ചാ. ഇന്നലെ എന്റെ ഒരു രസികൻ തന്നെ. ഇനി ഇത് ചെയ്യണോ അവനോ? അവിടെ മുടി അല്ലെങ്കിൽ ചുരുണ്ടിട്ടല്ലേ, ഇനി ഇത് എവിടെ കൊണ്ട് ചുരുട്ടൊക്കെ ഹായ് ഹായ് കൊള്ളാം. ഇനി സെറ്റ് ചെയ്തിട്ടാ മതിയല്ലോ. ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പാർട്ടീഷൻ എടുക്കണം. പക്ഷെ അത് സെറ്റ് ചെയ്യണം അല്ലേ? അവിടെ കുറച്ച് ഇത് വെച്ച് സെറ്റ് ചെയ്താ പോരെ? അല്ല, ഞാൻ പറഞ്ഞില്ല അമ്മ അടുത്ത് ഇവിടെ ഒരു സെക്ഷൻ എടുക്കോ. ശരിയാ. പക്ഷെ നമുക്ക് ഇവിടെ രസമുണ്ട്, സൈഡിൽ നല്ല ഭംഗിയുണ്ട്. കൊള്ളില്ലേടാ? വേണ്ട എന്നിട്ട് സെറ്റ് ചെയ്തിട്ടാ മതി. എന്നിട്ട് എന്റെ അടുത്ത് വേറെ ഫേസ് കാണിക്കുക. ഇവളാണെങ്കിലുണ്ടല്ലോ ഭയങ്കര സാധനം. ഇവളാണെങ്കിൽ ഭയങ്കര സാധനം. എന്നെ എൻകറേജ് ചെയ്തിട്ട് ഇവളുടെ അടുത്ത് വേറെ മുഖം കാണിക്കുക. ദ്വന്ദ്മുഖി. അൺസ്റ്റേബിൾ കണക്ഷൻ. ഓക്കെ, മറ്റേ ഇത് പാച്ചാളം ബാസി. ഓക്കെ, ബൈ ബൈ. നന്നായിട്ട് വന്നു. ബൈ പറഞ്ഞു. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കടന്നു വരുന്നത് വരെ സ്റ്റേ ട്യൂൺ വിത്ത് റേച്ചൽ ഡയറീസ്. ബൈ ബൈ. കാണിക്ക് നോക്ക്. ഓക്കെ.